വർഷം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ പരിശുദ്ധ ആ ത്രിത്വം ഈ മക്കളുടെ മേലെ ഇറങ്ങി വന്ന് ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും മരങ്ങളാലും ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ നിറച്ച് എന്നും പരിശുദ്ധാത്മാവിന്റെ ശൈലനത്തിൽ ആഗ്രഹിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി മാധ്യസ്ഥം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാസവീശുന്ന മോഹനാ ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമ്മുടെ പിതാവായ ശിശുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും ഉണ്ടാകും എപ്പോഴും എന്നേക്കും. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ
കൈവിരൽ തുമ്പിനാൽ കരം പിടി When my ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബിനോഷിൻ്റെയും അലിനയുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും പരിശുദ്ധമായിട്ടുള്ള ഈ ദേവാലയത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ അച്ഛന്മാരെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ വലതുവശത്ത് നിൽക്കുക ബഹുമാനപ്പെട്ട മാത്യു നീണ്ടൂർ അച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ സഭയുടെ സീറോ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. ഒത്തിരിയേറെ തിരക്കുകളുണ്ടായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിട്ടും അച്ഛൻ നേരത്തെ തന്നെ വിനോഷിനെയും അലിനെയും ആശീർവദിക്കാനാണ്, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് നമ്മോടൊപ്പമായിരിക്കുന്നു. അച്ഛൻ്റെ സ്നേഹ സാന്നിധ്യത്തിന് ഒത്തിരിയേറെ നന്ദി. അച്ഛനെ ഒത്തിരി സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോസലക്സ് വൾവനാട്ടച്ഛനാണ്. അച്ഛനും ഞങ്ങളുടെ സഭയിലെ ഒരു വലിയ അച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ മൈനർ സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആത്മീയ പിതാവാണ്. അച്ഛന് റോമിലെ ഇറ്റലിയിലേക്ക് പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജനറൽ ഡെലിഗേഷൻ എഡ്യൂക്കേഷൻ്റെ ഭാരവാഹിത്വം കൂടി അച്ഛൻ വഹിക്കുന്നുണ്ട്. എൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നത് എൻ്റെ ബാച്ചിക്കാരൻ കൂടിയായിട്ടുള്ള ആൽബിൻ പാറയിൽ അച്ഛനാണ്. അച്ഛൻ കാഞ്ഞിരപ്പള്ളി കരുണാപുരം രൂപതക്കാരാണ്. കാരണം നമ്മുടെ ബീച്ചിലേക്ക് സൈഡിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇടവക പറയുക. ആൽബിനച്ഛൻ ഇപ്പോൾ മലയാളം എം എ പഠിക്കാനായിട്ട് എസ് പി കോളേജിലേക്ക് യാത്രയാകാൻ ഒരുങ്ങുന്നു. ആൽബിനച്ഛൻ്റെ സാന്നിധ്യത്തിനും ജോസഫിൻ്റെ സാന്നിധ്യത്തിനും ഒത്തിരി നന്ദി, സ്വാഗതം എല്ലാവർക്കും. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒരുമയോടുകൂടെ വിനോഷിനും അനിയനിക്കും അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഹൃദയമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ കർമ്മത്തിലേക്ക്, പരിശുദ്ധമായ കർമ്മത്തിലേക്ക് പ്രവേശിക്കും. See
സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാനവബന്ധങ്ങൾ ഉദ്ഘോഷിക്കൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ആവശ്യകമാ ആഹാരം ഞങ്ങൾ തിന്നരുളിടണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി
എന്നും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിർജ്ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രയുടെ എല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപതിഞ്ഞു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസപ്രദരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ വിളിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നൽകിയ മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകൻ, സർവ്വനന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടുമല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണിക്കുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളമായ പിന്നിയ മൂടിയ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം ഞങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ദൈവദായകമായ കൃപയ്ക്ക് തുല്യാവകാശത്തിനെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10
തിരുവചനങ്ങൾ 2 മുതൽ 9 വരെ. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ മാതാവിൻ്റെ നാമത്തിലുള്ള വഴക്കാലായുള്ള ഈ ദേവാലയത്തിൽ വെച്ച് നമ്മളുടെ സ്നേഹമുള്ള ബിനോഷും അലീനയും ഇന്ന് വിവാഹമെന്ന ഉദാശ സ്വീകരിച്ച് ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ബിനോഷിൻ്റെ സഹോദരനായ എബിനശൻ ഞങ്ങളുടെ സഭയിലെ നല്ല മിടുക്കനായിട്ടുള്ള ഒരു കൊച്ചനാണ്. അതുപോലെ തന്നെ ബിനോഷിൻ്റെ മാതാവിൻ്റെ സഹോദരൻ വിൻസെൻ്റ് അച്ഛനും ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ഇനി ഈ 2 വിൻസെൻ്റ് അച്ഛനോടും അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് എബിനച്ഛനോടും ഒക്കെയുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയൊക്കെ ഞങ്ങളെല്ലാവരും ഇന്ന് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുകയാണ്. ജോസഫിനും അൽബിനച്ഛനും ഞാനെല്ലാം. ഇന്ന് ബിനോഷ് പണ്ടാരിക്കുന്നൽ, അലീന നടക്കൽ, ഈ 2 കുടുംബങ്ങളും കൂടി ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് ഒരു കുടുംബമായിട്ട് തീരുകയാണ്. ഇവർ 2 പേരും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധമായ വിവാഹമെന്ന സ്നേഹത്തിൻ്റെ കൂദാശ സ്വീകരിക്കുകയാണ്. വിവാഹം സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹത്തിൻ്റെ കൂദാശ സ്വീകരിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കുന്നത് ദൈവമാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ 2 പേരിലേക്കും എഴുന്നള്ളി വന്ന് ഇവരെ കൃപ കൊണ്ട് നിറച്ച് ശക്തരാക്കി, സന്തോഷം കൊണ്ട് നിറച്ച് വിശുദ്ധീകരിക്കുന്ന പവിത്രമായ നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മറ്റെല്ലാ കൂദാശകളും ഒരു വ്യക്തിയാണ് സ്വീകരിക്കുന്നത്. കുമ്പസാരിക്കാൻ പോകുമ്പോൾ 2 പേരും ഒരുമിച്ചല്ല വൈദികൻ്റെ അടുത്തേക്ക് പാപം പറയാനായിട്ട് വന്നു, ഇതാകട്ടോ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ പാപം, അങ്ങനെയല്ല പറയാറ്. മാമോദീസ സ്വീകരിക്കുന്ന പല കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ ഓരോരുത്തരെയാണ് മാമോദീസ കൊടുക്കുന്നത്, ഒരു വ്യക്തിയാണ് സ്വീകരിക്കുന്നത്. കുർബാന കൈക്കൊണ്ട് നമ്മുടെ യേശുവിൻ്റെ തിരുശരീരം സ്വീകരിക്കുന്നത് ഞാൻ തന്നെ 2 പേരുടെ നാക്കിലേക്ക് വെച്ചല്ല കൊടുക്കുന്നത്. അതുപോലെ തിരുപ്പട്ടം കുറേ കൊച്ചന്മാര്, കുറേ ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കാനുണ്ടാവും, പക്ഷെ ഓരോരുത്തരിലേക്കുമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പിതാവ് പകർന്നു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാ കൂദാശകളും ഓരോ വ്യക്തികൾ സ്വീകരിക്കുമ്പോൾ വിവാഹം എന്ന കൂദാശ മാത്രം 2 വ്യക്തികൾ ചേർന്നാണ് സ്വീകരിക്കുന്നത്. എന്തിനാണിത്? പ്രിയപ്പെട്ടവരെ, ഇത് പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള കൂദാശ ആയതുകൊണ്ട് തന്നെയാണ് ഈ കൂദാശ ഇങ്ങനെ 2 പേര് സ്വീകരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു, എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ എന്ന് പൗലോസ് ശ്ലീഹ അവരെ ഓർപ്പിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കൃപയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പരസ്പര സ്നേഹത്തോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഇവരിന്ന് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കാനുള്ള ഇവരുടെ സ്വതന്ത്രമായ തീരുമാനമാണ്. ഈ സ്വതന്ത്രമായ തീരുമാനത്തിന് ഈ ഉടമ്പടി വഴി ദൈവം
അംഗീകാരം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരിന്ന് സ്വർഗത്തിന്റെ അംഗീകാരവും ഭൂമിയുടെ അംഗീകാരവും ഏറ്റുവാങ്ങുകയാണ്. കർത്താവിന്റെ അംഗീകാരത്തിന്റെ മുദ്രയായ കുരിശ് ഇവരുടെ ഉടമ്പടിയുടെ അടയാളമാവുകയാണ്. കുരിശ് അടയാളമാവുകയാണ്, ഉടമ്പടിയുടെ അടയാളം. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായ കുരിശ്, താലിയിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ്. അങ്ങനെ രക്ഷയുടെ അടയാളമായ കുരിശ് നൽകുന്ന സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം താലിയിൽ മുദ്രിതമാക്കി ഹൃദയങ്ങളിൽ അവിടുത്തെ തിരുരക്തം കൊണ്ട് എഴുതി ചേർത്ത് ഇവർ ഉടൻ തന്നെ പരസ്യമായിട്ടൊരു കാര്യം ഏറ്റുപറയാൻ പോവുകയാണ്. നിങ്ങളെയും ഞങ്ങളെല്ലാവരെയും ദൈവത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഇവർ ഏറ്റുപറയാൻ പോവുകയാണ്. എന്താണ് ഇവർ ഏറ്റുപറയുന്നത്? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നല്ല, ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്നല്ല, ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഇനി മരണം വരെ ഞാൻ ഇല്ല, ഞങ്ങളെ ഉള്ളൂ എന്ന് തമ്പുരാന്റെ നെഞ്ചത്ത് തൊട്ട് ഇവരെ സത്യം ചെയ്യാൻ പോവുകയാണ്. മരണം വരെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വിശുദ്ധ സുവിശേഷത്തോട് സത്യം ചെയ്യുമ്പോൾ അത് തമ്പുരാന്റെ ചങ്കത്ത് തിരുഹൃദയത്തിൽ തൊട്ട് ചെയ്യുന്ന സത്യമാണ്. ഇത് നിറവേറ്റാനുള്ള കൃപ ഇവർക്ക് ലഭിക്കണമെങ്കിൽ, കൃപ, പരിശുദ്ധാത്മാവിന്റെ കൃപ, ഇത് കൂദാശയായതുകൊണ്ട് അവിടുത്തെ കൃപ ലഭിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഓരോ ദിവസവും തിരുഹൃദയത്തിന്റെ മുമ്പിൽ ആവുന്നിടത്തോളം കാലം, എണീറ്റ് നിൽക്കാൻ പറ്റാത്ത കാലം വന്നാൽ അന്ന് മാത്രമേ മുട്ടാൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരാൻ കുറേ പ്രായമായി കഴിയുമ്പോൾ, അതുവരെ രണ്ടുപേരും ഒരുമിച്ച് മുട്ട നിന്ന് തിരുഹൃദയത്തിന്റെ മുമ്പിൽ, തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് മുട്ട നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ലഭിച്ച കൃപ മരണം വരെ നിലനിർത്തിക്കൊണ്ട് പോകാനും വിശുദ്ധതയിൽ മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കുമെന്ന് സുവിശേഷം പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാനല്ല, മാത്യു നീണ്ടൂരല്ല, ഇത് പറയുന്നത് ദൈവമാണ് പറയുന്നത്. കുംഭസാരവും വിശുദ്ധ കുർബാനയും വഴി കൃപ സ്വീകരിച്ച് പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഇവർക്ക് ലഭിച്ച ഈ കൃപ വളർത്തണമെങ്കിൽ അത് മാത്രമേ മാർഗമുള്ളൂ. കാരണം ദൈവമാണ് ഈ ഉടമ്പടിയുടെ വ്യക്തി, ഉടമ്പടിയുടെ ഒരു പങ്കാളി എന്ന് പറയുന്നത്. ഒരിക്കലും ഉടമ്പടി തെറ്റിക്കാതെ ദൈവത്തിന്റെ കൃപയോട് ചേർന്ന് നിന്നാൽ, സമ്പത്തിന്റെ പിന്നാലെ പരക്കമ്പാനി ദൈവത്തെ മറക്കാതെ അവിടുത്തെ തിരുവചനങ്ങൾ ആത്മാവിന് ഭോജനമായാൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അലങ്കൃതമായി ഇവരുടെ ഭവനം, ഇവർ രൂപം കൊടുക്കുന്ന കുടുംബം ദൈവം വസിക്കുന്ന വിശുദ്ധ ഭവനമായി തീരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 127 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് എന്ന്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലമാണ് എന്ന്. ഇത് എഴുതപ്പെട്ടത് ഇനിയും വരാൻ കിടക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് വേണ്ടിയും ഇതുവരെ ദൈവത്തെ വിശ്വസിച്ചവർ ജീവിച്ച ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഈ ദൈവത്തിന്റെ വചനത്തിന് മാത്രം, ഇരുതല വാളിനേക്കാൾ മോർച്ചയുള്ള ദൈവത്തിന്റെ വചനത്തിന് മാത്രം ഒരു പൊടി പോലും മാറ്റം ഉണ്ടാവുകയില്ല. കുടുംബജീവിതം പ്രിയപ്പെട്ടവരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സ്നേഹവും വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇരട്ടകളെ പോലെ ഓരോ ദിവസവും നമ്മെ പിന്തുടരുന്ന ജീവിതം. പെട്ടെന്ന് അനുരഞ്ജനപ്പെടാനും മുറിവുകൾ ഉണക്കാനും ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കുന്നവർ ഈ ജീവിതത്തിൽ വിജയിക്കും. അവര് ഈ കുടുംബജീവിതത്തില് പറുദീസയുടെ മുന്നാസ്വാദമായ മരണം വരെ ജീവിക്കും. അല്ലാത്തവര് കർത്താവുമായുള്ള ഉടമ്പടിയെ തകർക്കാൻ, കുരിശിന്റെ മുദ്രം മായ്ച്ചു കളയാൻ സാത്താൻ ഒരുക്കുന്ന ഈഗോ കണിയിൽപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പരാജയപ്പെടും. നമ്മൾ ഇതൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ? നമുക്ക് നൽകുന്ന രക്ഷയുടെ അടയാളമായ കുരിശ് എന്ത് വൃത്തിഹീനമായ കാര്യം വെച്ച് മായ്ച്ചു കളയാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നതിന്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആരെ പഴിചാരാനോ ആരെ കുറ്റപ്പെടുത്താനോ എന്തൊക്കെയാണെങ്കിലും കുരിശ് മായ്ച്ചു കളയുക എന്നുള്ളത് അവന്റെ ആവശ്യമാണ്. കാരണം സാത്താന്റെ ഏറ്റവും വലിയ ശത്രു അന്നും ഇന്നും എന്നും കുരിശ് തന്നെയാണ്. ആ സ്ഥാനത്ത് മറ്റെന്തെല്ലാം പ്രദർശിക്കാമെങ്കിൽ അതെല്ലാം പ്രദർശിച്ച് കുരിശ് മായ്ച്ചു കളയാൻ ഇവരുടെ കുടുംബജീവിതത്തിലും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് അറിയാമല്ലോ. അത് കുരിശ് അവളുടെ കഴുത്തിലല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് അവള് വഹിച്ചാൽ മതി എന്ന് പറയേണ്ടവനല്ല കെട്ടിയവൻ. കെട്ടിക്കൊടുത്തവന്റെ പേരാണല്ലോ കെട്ടിയവൻ, അതുകൊണ്ട് അവനും കൂടി വഹിച്ചേ പറ്റൂ. കുടുംബജീവിതത്തെ കുറിച്ച് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മാതാപിതാക്കളും മക്കളും പരിപൂർണരല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. നടക്കൽ കുടുംബത്തിൽ നിന്ന് പണ്ടായിരിക്കുന്ന കുറവ് കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പണ്ടായിരിക്കുന്നതിലെ കുറവുകളെല്ലാം ഈ നടക്കലെ നല്ല കൊച്ചു കാണും. അതുപോലെ തന്നെ
ഈ പണ്ടാരിക്കുന്നിലേക്ക് വരുമ്പോൾ, ഈ നടക്കലെ കൊച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് നടക്കൽക്കാരുടെ കുറവുകളെന്ന് തീർച്ചയായിട്ടും പണ്ടാരിക്കുന്നിൽക്കാർക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കി വെച്ച് അതെല്ലാം രേഖപ്പെടുത്തി മറ്റുള്ളവരോട് എഴുന്നള്ളിക്കുക എന്നുള്ളതല്ല ഈ കുടുംബങ്ങളുടെ രണ്ടുപേരുടെയും ജോലി. ഇനി മുതൽ ഒരു കുടുംബമാകുക എന്നുള്ളതാണ്. മരണം വരെ ഒരുമിച്ച് ജീവിച്ചോളാമെന്ന് സത്യവേദപുസ്തകത്തിൽ സത്യം ചെയ്ത ആ കാര്യം ഓർത്തിട്ട് നട്ടലിനോടുകൂടി ജീവിക്കാനുള്ള തീരുമാനം ഇന്ന് ഇവരെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നമുക്കറിയാം, ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും ഏത് നട്ടലില്ലാത്തവർക്കും സാധിക്കും. അത് കുടിയന്മാർക്കും അല്ലാത്തവർക്കും ഒക്കെ പറ്റും. ഏത് സെലിബ്രിറ്റികൾക്കും, സിനിമ നടന്മാർക്കും, കലാകാരന്മാർക്കും, പണക്കാർക്കും, പാവപ്പെട്ടവർക്കും, പഠിച്ചവനും പണ്ഡിതനും പാവനും എല്ലാം പറ്റും. പക്ഷെ കൂടെ കൊണ്ടു നടക്കാൻ, മരണം വരെ കൊണ്ടു നടക്കാൻ കൃപ വേണം, വിശ്വാസം വേണം, കുടുംബ പാരമ്പര്യം വേണം, നട്ടല് വേണം. അവൻ കൂലിപ്പണി എടുക്കുന്നവനോ ആരും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ആരും ആയിക്കൊള്ളട്ടെ, കൂടെ കൊണ്ടു നടക്കാൻ, മരണം വരെ കൊണ്ടു നടക്കാൻ അത് ഒറ്റ മരുന്നുള്ളൂ. അതിന് നട്ടല് ദൈവത്തിന്റെ കൃപാവരവ് നമുക്ക് വേണം. പ്രാർത്ഥനയുടെയും കർത്താവിലുള്ള വിശ്വാസത്തിന്റെയും മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെയും സർവോപരി ദൈവസ്നേഹം നമ്മളിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ ചൊരിയുന്ന ഭൂതാശകളുടെയും തിരുവചനത്തിന്റെയും പാറ പോലെ ഉറച്ച അടിസ്ഥാനത്തിലാണ് ഭവനം പണിയുന്നതെങ്കിൽ ജീവിതത്തിന്റെ കാറ്റും കോളും കെടുതികളും ഒന്നും ഇവരെ ഒരിക്കലും സ്വാധീനിക്കില്ല. അവർ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. ഇത് മനുഷ്യരുടെ മുമ്പിൽ സാധ്യമല്ലാത്തത്, മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. സ്ത്രീകന്മാർ ചോദിക്കുന്നത് കർത്താവിനോട്, അങ്ങനെയെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കല്ലേ? നോ, അതല്ല നിന്നുള്ള മാർഗം. ഞാൻ കുരിശെടുത്ത് മുന്നേ പോയില്ലേ, അതുപോലെ നിങ്ങളും എടുക്കണം. കാരണം ക്രിസ്ത്യൻ യൂത്തിന് വേറൊരു മാർഗമില്ല. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു തിയോളജിയൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, when Christ calls a person, he bids him come and die. കർത്താവ് ഒരാളെ വിളിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് വന്ന് എനിക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നീ പഠിക്കണം, വചനം പ്രഘോഷിക്കണം, എന്നോടുകൂടി ആയിരിക്കണം, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത് വന്ന് എനിക്ക് വേണ്ടി മരിക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ മരിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞ മിക്കവാറും അതിനാണ് സാധ്യത അച്ഛന്മാരോട് കന്യാസ്ത്രീയോടും ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും. കർത്താവ് പറയുന്നത് ക്രിസ്ത്യാനിയോടെന്നാണ് പറയുന്നത്. ഡീട്രിച്ച് ബോൺഹോഫർ പറയുന്നത് അച്ഛനോട് കന്യാസ്ത്രീയോട്, ക്രിസ്ത്യാനിയോട്. അച്ഛനും കന്യാസ്ത്രീ ആണെങ്കിലും കുടുംബജീവിതക്കാരാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടില്ല അച്ഛനും കന്യാസ്ത്രീക്കാവുള്ളൂ. ക്രിസ്ത്യാനിയോട് പറയുന്നത് എന്താ പറയുന്നത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാളെ വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇതാണ്, വന്ന് എനിക്ക് വേണ്ടി മരിക്കുക. അതിൽ കുറഞ്ഞതൊന്നുമില്ല. കാരണം എൻ്റെ കൃപ മാത്രം മതി നിനക്ക്. അതാണ് കർത്താവ് ഇവരെ വിളിക്കുമ്പോഴും ഈ കൂദാശിരിക്കുമ്പോൾ ഇവരോട് പറയുന്നത്. ഇന്ന് ബിനോഷും മലീനയ്ക്കും മംഗളകരമായിട്ടുള്ള ഒരു ദീർഘയാത്ര നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. എന്നാൽ ഇത് ഒരിക്കലും ഒരു ദീർഘയാത്രയാണ് എന്ന് ഇവർക്ക് തോന്നാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ പറയാം. ദീർഘയാത്ര, ഈ യാത്ര എന്ന് അവസാനിക്കും, അത് ബോറിംഗ്, അങ്ങനെ ഒരിക്കലും തോന്നാതിരിക്കട്ടെ. കർത്താവ് ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. അവൻ ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും മുഖം സദാ പ്രസന്നവുമായിരിക്കും. സദാ പ്രസന്നവുമായിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രസന്നവുമായിരിക്കും. ബിനോഷിന്റെ മുഖം എനിക്ക് ഇവിടെ ഇരുന്ന് കാണാം. ബിനോഷിനെ ഞങ്ങൾ എത്ര നാളായിട്ട് അറിയുന്നതാണ്. ബിനോഷിന്റെ മുഖം ഇപ്പോഴും പ്രസന്നമാണ്. അലീനയെ ആദ്യമായിട്ടാണ് കാണുന്നത്, എങ്കിലും അലീനയുടെ മുഖം പ്രസന്നമാണ്, അവരുടെ മാതാപിതാക്കളുടെ മുഖം പ്രസന്നമാണ്. അതാണ് കുടുംബത്തിൽ നിന്നാണ് ഈ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിവർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും. ബിനോഷിന്റെയും അലീനയുടെയും മുഖം എന്നും ഇങ്ങനെ പ്രസന്നമായിട്ടിരിക്കട്ടെ. ഒരിക്കലും ഇത് ദീർഘയാത്രയാണെന്ന് തോന്നാതിരിക്കട്ടെ. കർത്താവിന്റെ കൃപ ഇവരിലേക്ക് വർഷിക്കപ്പെടട്ടെ. ഇവരെ വളർത്തി പവിത്രമായ ഈ ഉടമ്പടിക്ക് യോഗ്യരാക്കിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത വൈദികരെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ നാഥനായ പിതാവിന്റെയും നാഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സകല വിപത്തുകളിൽ നിന്നും എല്ലാം ഇവരെ രക്ഷിക്കുകയും എന്നുകളുടെ കുടുംബത്തിന് സഹായമായി ഭവിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ സ്നേഹമായി വിവാഹമെന്ന ഈ കൂദാശയിൽ ഒരിക്കൽ കൂടി ഞാൻ പറയും, ദൈവത്തിന്റെ സ്നേഹമായി വിവാഹമെന്ന ഈ കൂദാശയിൽ ഇന്ന് ഇവരിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവ് ഇവരുടെ കുടുംബത്തിൽ നിറസാന്നിധ്യമായിട്ട് എന്നും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ബിനീഷും അലീനയ്ക്കും ദൈവാനുഗ്രഹങ്ങളും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം നേരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം ആശംസിക്കുന്നു. എല്ലാ മംഗളങ്ങളും ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പുഞ്ചിരി എന്നും ഉണ്ടാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥന, കൃപ കാത്തു സൂക്ഷിക്കുന്ന കാര്യം, ഇത് കൂദാശയാണെന്നുള്ള കാര്യം, ദൈവമായിട്ടാണ് ഉടമ്പടി എന്നുള്ള കാര്യം, പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിക്കുന്നുള്ള കാര്യം, അത് മനസ്സിലാക്കി കൂടെ കുമ്പസാരിക്കാൻ
അതുപോലെ കുർബാനയ്ക്ക് പോകാനായിട്ട് കൂതാശകൾ സ്വീകരിച്ച് എന്നും കൃപയിൽ നിലനിൽക്കാൻ അവരും ഇവരും ഒക്കെ അതും ഇതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാതെ എനിക്ക് വരും ഇവൾക്ക് ഞാനും ആ രീതിയിലുള്ള ഒരു മനോഭാവം വാർത്തത്തോട് മുന്നോട്ട് പോകാൻ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുണ്ടാകും തീർച്ചയായിട്ടും. എന്നും തമ്പുരാനെ വിളിച്ചാൽ വചനം വായിച്ചാൽ അത് നമുക്ക് കിട്ടും. സ്വർഗത്തിൽ നിന്നാണ് കിട്ടുന്നത്, ഈ ഭൂമിയിലുള്ളവർ തരുന്നതല്ലത്. അത് കിട്ടും. അത് കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി തമ്പുരാനാണ് ഇന്ന് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. തമ്പുരാൻ ഒരിക്കലും ആരെയും വഞ്ചിക്കില്ല. കാരണം അത് ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും വന്നാലും ഇത് നിലനിൽക്കുമ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതികളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യത്തെ പറ്റി പഠിപ്പിച്ച വിഷയായെ പരസ്പര വിശ്വാസത്തോടും ചരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച നിന്റെ സാന്നിധ്യത്തിൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദൈവസന്നിധിയിൽ അനുഭവിച്ചും സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപപരിഹാരം ആയ ജീവിതവും ഞങ്ങളുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണമായ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്ത ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തിനും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ കിടക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്താൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ബിനോഷ് എന്ന് വിളിക്കപ്പെടുന്ന മാത്യു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീന എന്ന് വിളിക്കപ്പെടുന്ന തെരേസിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അലീന എന്ന് വിളിക്കപ്പെടുന്ന തെരേസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി
ബിനോഷ് എന്ന് വിളിക്കപ്പെടുന്ന മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം അങ്ങ് ആശീർവദിക്കണമേ. സ്നേഹത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹം
പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വൃദ്ധരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തനിക്ക് ശുദ്ധമാക്കപ്പെടുകയുള്ളൂ. വെളിപാട് മനസ്സാക്ഷിയോടും കൂടെ അതിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു മറ്റൊരു ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വന്തം നൽകി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും സ്ലോകരം പെട്ട് മരിക്കുകയും
സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനായി ബന്ധമായിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സകലമാവും ജീവിതാവുമായ ഏകവിശേഷമാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സമർപ്പണമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരേ, നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യരുടെയും ബ്രഹ്മചാരികളുടെയും നിങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസത്തിലേക്കും വിശ്വാസിതമായ എല്ലാ ഭരണാർത്ഥങ്ങളെയും സത്യവിശ്വാസത്തിൽ മരിച്ച ഈ ലോകത്ത് വരപ്പെട്ടു പോയ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന വിദേശങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇടിയവരും ഭാവികളുമായിട്ടും ഞങ്ങളെ കാരണത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം കഴിഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും രണ്ടാമത്തോടും ക്രിസ്റ്റിയോടും കൂടെ കർത്താവിൽ നിന്ന് നിവർക്കുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹം പറഞ്ഞ ഇവിടെ അനുസരിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെച്ചിരിക്കുവേൻ. കാര്യജനകമായ രസങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമകം സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ.
മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പിന്നും നിറയുന്നു. അവനോടെ മഹിമകളാൽ ഉന്നത വീതിയിലോസാന, ദാവീദിൻ സുതനോസാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോസാന. ഉടമ്പടിയിലെ എന്റെ രക്തമാ
ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിരസമൃദ്ധമായ അനുഗ്രഹത്താൽ മോഹമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേശനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാ ഫ്രാൻസിസ് നാമത്തിന് വേണ്ടി ഞങ്ങളുടെ സ്ഥിരമതവാസികളുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആഞ്ചേരിയും ശ്രേഷ്ഠപിതാവിന് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷപിതാവായ മാർ ജോർജ് മഠത്തിനെതിരാൻ വേണ്ടിയും മത്സരിതാവായ മാർ ജോർജ് പരിപാടിനെതിരാൻ വേണ്ടിയും വിശുദ്ധ സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ അന്മായ പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികളെയും ശ്രീമാരെയും സാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പരിചയമായ നീതിമാന്മാരെ വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നമ്മുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശനം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും പ്രത്യേകമായി വിവാഹം ഉദാശനെതിരായി പുതിയ കുടുംബത്തിന് രൂപം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോഷിന് വേണ്ടിയും അലീനയ്ക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മെ ജീവിക്കുന്ന ഈശോമിശിഹായുടെ കൃപ അവിടുത്തെ കാരണത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ.
വാവായൻ സ്നേഹനാഥ വന്നോ വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെയുള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങൻ്റെയുള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ പാത്രസ്രവം പരിശുദ്ധവും ജീവിതാർക്കും ദൈവമായ സമീപിച്ച വെല്ലുപങ്കുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് ആശ്രയികളും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ വിശുദ്ധകന്യാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നായകനായ മാരോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനുപമമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചു ദൈവം. പുരുഷനു തുണയായി സ്ത്രീയെയും നൽകി പങ്കാളികളാക്കി. ആത്മസമർപ്പണ മോദത്താൽ ദൈവം നിങ്ങളെ അനുദിനവും കാത്തുഭരിച്ചു നയിക്കട്ടെ. മിശിഹാതൻ കരചരണമതാ ദൈവാത്മാവിൻ ആലയമാ. നിങ്ങളുടെ മധ്യശരീരങ്ങൾ നിർമ്മലമായി വിളങ്ങട്ടെ. തിരുസഭ തന്നോടെ അനുഗ്രഹമാ മക്കളെ ദൈവം നൽകട്ടെ. നന്മ നിറഞ്ഞ കുടുംബത്തിൻ പ്രാർത്ഥനയെന്നും പുലരട്ടെ. ആവശ്യമേറെ തനുദിനവും സൗഹൃദ നിരയെന്നും നിങ്ങളുടെ ആശ പ്രതീക്ഷകളെ ദൈവം പൂവണിയിക്കട്ടെ.
ബഹുമതിയും ആരാധനയും നൽകിടുവാൻ നിങ്ങൾ യോഗ്യത നേടട്ടെ. നവദമ്പതിമാർ നിങ്ങളിലും തിരുവലിയിൽ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപാടിയുടെ സ്വസ്തി, ഞങ്ങളുടെ താമരകളുടെ സ്വസ്തി, കരുണകൾ സ്വീകരിച്ചുകൊള്ളുവാൻ കാരണമാകട്ടെ. ഇനി എത്തിക്കുവാൻ പരിപാടിയോ നിറഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട പ്രൊഫഷണലച്ഛനും ജോസച്ചനും ആൽബിനച്ഛനും എൻ്റെ ഹൃദയമായിട്ട് കുടുംബത്തിൻ്റെ പേരിൽ ഉള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. ഒത്തിരിയേറെ തിരക്കുകളുണ്ടായിട്ടും അച്ഛന്മാർ ഇന്നേ ദിവസം കടന്നു വന്ന് ഹൃദയമായിട്ട് വിനോഷനെയും അനീനെയും ആശീർവദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. എല്ലാവിധ സഹായ സ്നേഹ സാന്നിധ്യത്തിന് ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു.